പാലക്കാടിൻ്റെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസായ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. കൃത്യം 7 മണിക്ക് തന്നെ നമ്മൾ നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ നെല്ലിയാമ്പതിയുടെ ചെറിയൊരു റൂട്ട് മാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 മണിക്കാണ് യാത്രക്കാർക്ക് അവിടുത്തെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ തന്നെ നമ്മൾ പോകണമെങ്കിൽ തലേ ദിവസം വന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടതായിട്ട് വരും. നല്ലൊരു വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടേക്കുള്ള യാത്രയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒത്തിരിയധികം ഹെയർ പിൻസ് ഉണ്ട്, പച്ചപ്പും മലനിരകളും ഒക്കെ ആയിട്ട് നല്ലൊരു മല കയറുന്ന ഒരു ഫീലോടുകൂടി നമുക്ക് മുകളിലേക്ക് പോകാം. ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ വ്യൂ പോയിൻറ്റ്സുകളൊക്കെ ഉണ്ട്. ഇതാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റായിട്ട് നമുക്ക് കിട്ടിയത്. താഴെയായിട്ട് ഒരു ഡാമിൻ്റെ റിസർവും കാണാനായിട്ട് പറ്റും. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കുറേയൊക്കെ മൃഗങ്ങളെയും കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. ആദ്യമേ എടുത്തതൊരു ജീപ്പ് സഫാരിയാണ്. ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അവിടുത്തെ ഒരു ചേട്ടൻ തന്നെ സെറ്റ് ചെയ്തതാണ് ജീപ്പ് സഫാരി. ഒത്തിരിയധികം റഷായിട്ടുള്ള ടൈം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ചെന്നിട്ടായാലും നമ്മൾ ജീപ്പ് സഫാരിക്ക് എടുത്താൽ മതി. ഏകദേശം 60ഓളം ജീപ്പുകൾ ഇവിടെ ഈ ഒരു ട്രക്കിങ്ങിനായിട്ട് ഉണ്ട് എന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതാട്ടോ നമ്മുടെ ഗ്യാങ്. പിന്നെ ഈ ജീപ്പിനെ കുറിച്ച് പറയുമ്പോൾ 4 വീൽ ജീപ്പുകൾ മാത്രമാണ് അവിടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ പോകുമ്പോൾ ചെറിയൊരു ടിക്കറ്റ് എടുക്കണം. എൻട്രി ഫീ ഉണ്ട് ജീപ്പിനും. പിന്നെ ഓരോരുത്തരുടെ എണ്ണം അനുസരിച്ച് പ്രൈവറ്റ് വണ്ടികൾ സാധാരണയായിട്ട് കടത്തി വിടാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകുമ്പോൾ മനസ്സിലാകാനായിട്ട് പറ്റും. കാരണം അത്രയ്ക്ക് നല്ല ഓഫ് റോഡ് വഴികളാണ്. നമ്മൾ പോകുന്നത് 2 വ്യൂ പോയിൻറ്റ്സിലേക്കാണ് മെയിനായിട്ട്. മിന്നാമ്പാറ വ്യൂ പോയിൻറ്റിനും മട്ടുമല വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന 2 പോയിൻറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റിലെത്തി അവിടെ നമ്മുടെ പേരും വിവരങ്ങളും ഒക്കെ കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇനി ഈ സഫാരീനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഒരു ഓഫ് റൈഡാണ്. അപ്പോൾ ആ ഒരു ഓഫ് റൈഡിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുണ്ടാകുക. അതും കാടിന് നടുവിലൂടെ ആകുമ്പോൾ ഒരു പറഞ്ഞറിയിക്കാത്തൊരു ഭയങ്കര സന്തോഷവും പച്ചപ്പൊക്കെ നമുക്ക് നന്നായിട്ടൊക്കെ ഫീൽ ചെയ്യും. മോർണിംഗിൽ തന്നെ ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ ടീ പ്ലാന്റേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ മുകളിലേക്ക് പോകുന്തോറും കടുപ്പം കൂടുന്നത് പോലെ മുകളിലേക്ക് പോകുന്തോറും ജീപ്പ് സഫാരിയുടെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കും. അത്രയ്ക്ക് നല്ല വഴിയാണ്. നല്ല ഓഫ് റൈഡ് ഫീലിംഗ് ആണ്. നമ്മൾ ആദ്യത്തെ വ്യൂ പോയിൻറ്റിലെത്തി. മിന്നാമ്പാറ. ഇതാണ് അവിടുത്തെ വ്യൂ പോയിൻ്റ്. താഴെ നല്ലൊരു തേയിലത്തോട്ടം കാണാൻ പറ്റും. പിന്നെ ചെറിയ മലനിരകളൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 7 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ ഒരു ഓഫ് റൈഡ് ജീപ്പ് സഫാരി. വളരെ പതുക്കെ വണ്ടി പോവുള്ളൂ. ഇതിലൊരു വണ്ടി വന്നാൽ പോലും സൈഡ് കൊടുക്കാൻ പറ്റില്ല. എവിടെയെങ്കിലൊക്കെ നിർത്തിയിട്ട് സൈഡ് കൊടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. മഴക്കാലത്ത് ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല ഡേഞ്ചറുമാണ്. ഈ പോകുന്ന ഫോറസ്റ്റ് കുറേയൊക്കെ പ്രൈവറ്റ് സെക്ടറിൻ്റെ ആണ്. കുറേ ജീപ്പുകൾ നമുക്ക് മുകളിലും കാണാൻ പറ്റും കേട്ടോ. നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയാണ്. ഒരു നല്ല തിക്ക് ഫോറസ്റ്റിൽ നിന്ന് ഒരു വ്യൂ പോയിൻറ്റിലേക്ക് കിടക്കുന്നതിൻ്റെ ഒരു ഫീലൊക്കെ ഉണ്ട്. നല്ല ഡ്രോൺ ഷോട്ടിലൊക്കെ കാണുമ്പോൾ
മമ്മൂട്ടിയുടെ മൃഗയ, മോഹൻലാലിൻ്റെ ഭ്രമരം, അങ്ങനെ കുറേയധികം ചിത്രങ്ങളും ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇത്. ഇവിടെ വന്ന ജീപ്പുകളുടെ, പിന്നെ കുറേയധികം ടൂറിസ്റ്റുകൾ നമുക്ക് അവിടെ കാണാനായിട്ടൊക്കെ പറ്റി. ഇതൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സാണ് എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു നെല്ലിയാമ്പതി കണ്ടപ്പോൾ. ഈ കാണുന്ന റൂട്ടിലാണോ ഭ്രമരത്തിനകത്ത് മോഹൻലാൽ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നത്. ശരിക്കും ക്ലൈമറ്റ്, വ്യൂ പോയിൻ്റ്, ട്രക്കിങ് ഒക്കെയാണ് നെല്ലിയാമ്പതിയുടെ എപ്പോഴുള്ള ഹൈലൈറ്റ്. പിന്നെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ പറ്റും. നമുക്ക് വലിയ ഭാഗ്യം ഉണ്ടായില്ല, അത് കാരണം മൃഗങ്ങളൊന്നും കണ്ടില്ലെങ്കിലും അവിടുത്തെ ക്ലൈമറ്റും പച്ചപ്പും ഫോറസ്റ്റും ട്രക്കിങ്ങൊക്കെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഡ്രൈവറായിട്ട് അത്യാവശ്യം നമുക്ക് ജീപ്പിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിർത്തി തന്നായിരുന്നു. ആ ഒരു ഓഫ് റൈഡിൻ്റെ ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് സീതാർമുണ്ട് വ്യൂ പോയിൻറ്റിലേക്കാണ്. കുറേയധികം കാപ്പിത്തോട്ടത്തിലൂടെയും തേയിലത്തോട്ടത്തിലൂടെയൊക്കെയാണ് ഈ വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോകാം. കുറേ കോളേജ് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അവർ നല്ല വൈബിലായിരുന്നു. പിന്നെ ഈ ഒരു മരം കുറേയധികം ആൾക്കാർ പേരുടെ സ്റ്റാറ്റസിൽ കണ്ടിട്ടുള്ളൊരു ചെറിയൊരു ബോൺസായി പോലത്തെ ഒരു മരമാണ്. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു തേയിലത്തോട്ടവും അരുവി റോഡോട് കൂടിയിട്ടുള്ള ഒരു ചെറിയ തേയിലത്തോട്ടം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വിഷ്വൽസും കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.